ഞാൻ അവിടെ പോയിരുന്നു 2 ദിവസം മുമ്പ് വയനാട്ടിൽ. എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, എന്നെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തത് ഈ ദുരന്തം. സന്തോഷിപ്പിച്ച കാര്യം അവിടെ മനുഷ്യർ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ്. ഒന്നും നോക്കാതെ അവിടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ആളുകളുണ്ട്, സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട്, ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്ന ആർമിയുടെയും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ സേവനം ചെയ്യുന്ന ആളുകളുണ്ട്. ആരും ആരോടും ചോദിച്ചിട്ടില്ല ഒരു മൃതശരീരം വരുന്നു ഇത് ആരുടേതാണ്, ഇല്ല. അത് കണ്ടെടുക്കാൻ നോക്കുന്നു, എടുക്കുന്നു, കൊണ്ടുപോകുന്നു, വൃത്തിയാക്കുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, ഐഡന്റിഫൈ ചെയ്ത മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു, മയ്യത്ത് നമസ്കരിക്കേണ്ടതിന് മയ്യത്ത് നമസ്കരിക്കുന്നു. ആരും ആരോടും ചോദിക്കുന്നില്ല ഇതാരാണ്, എവിടുത്തുകാരനാണ്, ഏത് മതത്തിൽപ്പെട്ടവനാണ്, അങ്ങനെയൊന്നുമില്ല. ബനു ആദമാണ് അല്ലേ, ബനു ആദം, ആദമിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. ആ നിലക്കാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഞാൻ കണ്ടു ഒരു പരസ്യം, ആളുടെ പേരും നമ്പറും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ചെറിയ മക്കൾ മുലപ്പാൽ കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂ, ഇവിടെ മുല കൂട്ടാൻ സ്ത്രീകളുണ്ട്. ഒരാൾ പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ മുല കൊടുത്തുകൊള്ളും, കൊച്ചു മക്കളുണ്ടെങ്കിൽ കൊണ്ടുവന്നുകൊള്ളൂ എന്ന്. അതുപോലെ തന്നെ മരുന്ന് ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടുള്ളൂ എന്ന്, താമസിക്കാൻ സൗകര്യമെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചുകൊള്ളൂ എന്ന്. ഒറ്റപ്പെട്ട പോയ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ താമസിപ്പിച്ചു കൊള്ളാമെന്ന് ചില സഹോദരിമാർ അറിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യർ, അവർ മനുഷ്യരാണ് എന്ന നിലക്കുള്ള ഒരു സഹകരണം ഇപ്പോഴുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അത് നിലനിർത്തി കൊണ്ടുപോകണം, എല്ലാവരും സഹായിക്കണം. ഇപ്പൊ ചിലർ പറയും സഹായിക്കാൻ എങ്ങനെ സഹായിക്കും? ഞാൻ പറഞ്ഞുതരാം സഹായിക്കാൻ കഴിയുന്നത്. എല്ലാവർക്കും സഹായിക്കാം. ഒരു 2 ദിവസം നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് നോക്കൂ, നിങ്ങൾക്കും കൊടുക്കാൻ കഴിയും ഒരു 1000 റുപ്യൊക്കെ ഇല്ലേ? സാധാരണ ഭക്ഷണം മതി. ഇന്ന് കണ്ടു കിട്ടിയ 5 ആളുകൾ ഇത്രയും ദിവസമായി ജീവനോടുകൂടി നിൽക്കുകയാണ്. ഒരു വീടിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ട് 5 ദിവസമായി അവർ ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അവർ ജീവിക്കുന്നുണ്ട്. നമുക്കൊരു 5 ദിവസം ഒന്ന് മിനിമത്തിലേക്ക് വന്നാൽ നമ്മളടുത്തും പൈസ ഉണ്ടാവില്ല ഇതിനെ സഹായിക്കാൻ, ഉണ്ടാകുമല്ലോ. ഇന്നലെ എനിക്കൊരു നിക്കാഹിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അത് കുറേ നേരത്തെ ഏൽപ്പിച്ചതാണ്. ഇതുണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിക്കാഹ് നമുക്ക് നടത്താതിരിക്കാൻ പറ്റുമോ? ആളെയൊക്കെ വിളിച്ചു. പക്ഷെ ഒരു കാര്യം ചെയ്യുമോ നിങ്ങൾ, ഇതിൻ്റെ ഈ പത്രാസും പ്രൗഢിയും ഒന്ന് കുറയ്ക്കുക. വലിയ ഡെക്കറേഷനും ആ നിലക്കുള്ള രൂപവും വേണ്ട, ഭക്ഷണവും അതിൽ ഒരു അതിഥിയാണ് എന്ന നിലക്ക് ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഐറ്റം മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് കേട്ടപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. അത് കുറെ ആളുകൾ വന്നു ഭക്ഷണം കൊടുത്തു എന്നതിൻ്റെ അപ്പുറം ഒരു പളപളപ്പും ഉണ്ടായിരുന്നില്ല, ഒരു വേസ്റ്റും ഉണ്ടായിരുന്നില്ല, ഭക്ഷണത്തിന് ആധിക്യം ഉണ്ടായിരുന്നില്ല. അതും നമുക്കിനി ആലോചിക്കാം. ഇന്നലെ ഒരു സുഹൃത്ത് അങ്ങനെ മെസ്സേജ് ഇട്ടുണ്ട്, എനിക്ക് അവിടെ 50 സെന്റ് സ്ഥലമുണ്ട് വയനാട്ടിൽ, അത് ഞാൻ ഒരു 3 സെന്റോ 4 സെന്റോ ആയിട്ട് വീട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത ആഴ്ച എൻ്റെ ജ്യേഷ്ഠന്റെ മകന്റെ കല്യാണമുണ്ട്, അത് ഞങ്ങൾ വളരെ ലളിതമാക്കാം, ഏതാനും ആളുകൾക്ക് ആ പണം ഉപയോഗിച്ച് നമ്മൾ വീട് വെച്ച് കൊടുക്കാമെന്ന്. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, ചെലവുകൾ നമ്മളൊന്ന് കുറയ്ക്കുക. പ്രത്യേകിച്ച് കല്യാണത്തിന് എല്ലാവരും പറയല്ലോ വിവാഹം ലളിതമാക്കണം. നമുക്ക് ലളിതമാക്കാൻ കഴിയാത്തത് നമ്മുടെ സാമൂഹ്യ ബന്ധം കൊണ്ടും നാട്ടിലെ ഒരു സമ്പ്രദായം കൊണ്ടുമാണ്. ഒരാൾക്ക് മാത്രം എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. പക്ഷെ കൊറോണ കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്തു. 25 ആളെ കൂടാൻ പാടുള്ളൂ പറഞ്ഞപ്പോൾ 25 ആളെ വെച്ച് നമ്മൾ നിക്കാഹ് നടത്തിയിട്ടുണ്ട്. അന്ന് പലരെയും വിളിച്ചെങ്ങനെ കല്യാണം ഉണ്ട് കേട്ടോ, നിങ്ങളൊക്കെ ഒരു സമ്മതം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ സന്തോഷമായി എല്ലാവരും സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു ചാൻസ് എന്ന നിലക്ക്, ഒരു അവസരം എന്ന നിലക്ക് ഇനി അങ്ങോട്ട് ഏതാനും കാലം നമ്മൾ ഒന്ന് ലളിതമായിക്കൊണ്ട് നമ്മുടെ വിവാഹാഘോഷങ്ങളും മറ്റാഘോഷങ്ങളും കൊണ്ടുപോയാൽ അതും ചിലപ്പോൾ ഒരു ശീലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ദീനിൽ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ അത്. നിക്കാഹ് നടക്കണം, അതിന് സാക്ഷികൾ ഉണ്ടാവണം, പിന്നെ വരൻ ഒരു വലീമത്തും നടത്തണം, ഇത്രയും ആയാൽ കഴിഞ്ഞു. അതൊന്നും ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള രൂപത്തിലാവേണ്ടതില്ല എന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ആഘോഷങ്ങൾ ഒന്ന് ലളിതമാക്കുക. എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാവരും നൽകണം, കഴിയുന്നത്ര നൽകണം. നമ്മുടെ ഈ പള്ളി അതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. വയനാട്ടിൽ നമ്മൾ പുനരധിവാസത്തിനും അത്യാവശ്യങ്ങൾക്കും പണം കൊടുക്കാൻ വേണ്ടി ഇന്നിവിടെ പിരിവ് നടത്തും. അത് നമ്മുടെ ഭാരവാഹികൾ തന്നെ ഉണ്ടാവും, അവരുടെ അടുത്ത് പണം കൊടുക്കുക. ഇപ്പോൾ പണം കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകളുണ്ടാവും, പള്ളിയിൽ വരുമ്പോൾ അങ്ങനെ പണം കൊണ്ടുവരില്ലല്ലോ, അവർക്കിവിടെ ഓഫർ കൊടുക്കാം. പേരും ഫോൺ നമ്പറും എഴുതി വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ
വളരെ കൃത്യമായ നിലക്ക് നേരിട്ട് ഫലപ്രദമായ നിലക്ക് അത് നമ്മുടെ കമ്മിറ്റി ചെലവഴിക്കും. കഴിഞ്ഞ തവണയും നമ്മളങ്ങനെ ചെലവഴിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ.